പ്രിയ സുഹൃത്തെ, താങ്കൾക്കറിയാം 2024 സെപ്റ്റംബറിന് ശേഷമാണ് മാർക്കറ്റിൽ ഈ തരത്തിലുള്ള വലിയൊരു ക്രാഷ് തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം 21-22 മാസത്തോളമായി ഇപ്പോഴും മാർക്കറ്റ് ആ പഴയ ഒരു റാലിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തെങ്കിലും വീണ്ടും മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പം നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-15% ഡൗൺ ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് പല ആൾക്കാരും, നിരവധി ആൾക്കാർ ഇപ്പം നമ്മുടെ പക്കൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്നും മാർക്കറ്റ് തിരിച്ചു കയറുമെന്നത്. മാർക്കറ്റ് എന്ന് തിരിച്ചു കയറുമെന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ സമയത്ത് നിക്ഷേപകരായ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം അതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇവിടെ നമ്മളൊരു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Once again, welcome back to the Thomicha Tips, powered by Dice Invest. My name is Prince Dice. Thomicha Tips എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുമിക്ക നിക്ഷേപകർക്കും അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും വേണ്ടത്ര രീതിയിലുള്ള ലാഭം കാണാനോ അല്ലെങ്കിൽ ചെറിയ നഷ്ടത്തിലായിരിക്കും അവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർ ഇപ്പം ബാങ്കായിട്ടും മറ്റ് നിക്ഷേപങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇപ്പം കഴിഞ്ഞ 2 വർഷം കൊണ്ട് എനിക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് പോലും കിട്ടിയില്ലല്ലോ, ഈ പൈസ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാം എന്ന് വിചാരിച്ച് SIP ക്യാൻസൽ ചെയ്യുന്നവരും ഇപ്പോൾ ഈ നഷ്ടത്തിൽ തുക പിൻവലിച്ച് ബാങ്കിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെ വലിയ രീതിയിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 സെപ്റ്റംബർ 1-ാം തീയതി BSE സെൻസെക്സ് 84,300 പോയിന്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ എൻഡോട് കൂടിയാണ് മാർക്കറ്റിൽ ക്രാഷ് വരാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ക്രാഷ് വന്ന് ഇപ്പം നമ്മളുടെ ഈ വോളിയം BSE സെൻസെക്സ് എല്ലാം താഴേക്ക് വന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 73,000 വരെ എത്തിയിരുന്നു. ഇതെല്ലാം ഞാൻ 1-ാം തീയതിയിലത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള BSE സെൻസെക്സിന്റെ വാല്യൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പൊ പതുക്കെ മാർക്കറ്റ് റിക്കവർ ചെയ്തു. ഇപ്പൊ 2025 നവംബർ ഡിസംബർ മാസത്തിൽ ഇത് തിരിച്ച് പഴയ ലെവലിനെ ബ്രേക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും കറക്റ്റഡായി ഇപ്പൊ ഈ പറഞ്ഞ ജൂൺ 1-ാം തീയതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ BSE സെൻസെക്സ് 73,551 അതായത് ഇപ്പൊ നമ്മൾ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 22 മാസത്തോളമായി BSE സെൻസെക്സ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പൊ അന്ന് തുടങ്ങി ഈ ഒരു സംഭവത്തിൽ ഇപ്പൊ ഒരു 10,000 രൂപ വെച്ച് BSE സെൻസെക്സിൽ ഒരു 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ അതിന്റെ ഒരു വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2,20,000 രൂപ. ഇപ്പോഴത്തെ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,03,000 രൂപയാണ്. അതായത് ടോട്ടൽ വാല്യുവേഷനിൽ ഏകദേശം 10% കുറഞ്ഞ വാല്യുവേഷനാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് പുതുതായിട്ട് നിക്ഷേപ മേഖലയിലേക്ക് വന്ന ആൾക്കാർ പാനിക്കായിട്ട് ഈ നിക്ഷേപമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പൈസ കൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട, കാരണം ഇത് ഇപ്പം മാത്രം സംഭവിച്ച കാര്യമല്ല, ഇതിനു മുൻപ് പലതവണയും ഇങ്ങനത്തെ സിനാരിയോയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ സിനാരിയോസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ബൂം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പൊ സപ്പോസ് BSE സെൻസെക്സ് അന്ന് 5,205 പോയിന്റ് ആയിരുന്നു. അപ്പൊ അന്ന് തുടങ്ങി ഇപ്പൊ ഒരു വ്യക്തി ഇപ്പോൾ ഒരു 10,000 രൂപ വെച്ച് BSE സെൻസെക്സിൽ, എന്തുകൊണ്ടാണ് BSE സെൻസെക്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമുക്കൊരു വീഡിയോയിലൂടെ ഒരു പർട്ടിക്കുലർ ഫണ്ട് എല്ലാം കാണിക്കുന്നതിന് കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ BSE സെൻസെക്സിന്റെ വാല്യുവേഷൻ തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ട് 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5,205 എന്ന് പിറ്റേ മാസം പതുക്കൊന്ന് കയറി. അതിനുശേഷം ഈ മാർക്കറ്റിൽ വലിയ ക്രാഷ് വരാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും പഴയ ലെവൽ ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കാണാവുന്നത് 2023 ഡിസംബർ 1-ാം തീയതി, അതായത് 48 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോഴാണ് BSE സെൻസെക്സ് 5205 നിന്ന് തുടങ്ങി വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. 48 മാസം. അപ്പൊ ഈ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഓരോ മാസവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മാസങ്ങളിലും ഇത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് 5205 പോയിന്റിലാണ്. അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ നമുക്ക് ലാഭത്തിലാണെങ്കിൽ 5205 എത്തണ്ടേ. പക്ഷെ നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളിപ്പോ മാർക്കറ്റിൽ ക്രാഷ് വരുമ്പോഴേക്കും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 5205 രൂപ വാല്യൂ ഉണ്ടായിരുന്ന സമയത്ത് 10,000 ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു 1.92 യൂണിറ്റ് ആയിരുന്നെങ്കിൽ, അതിനുശേഷം ഇവിടെ ക്രാഷ് വന്ന് ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 3711 രൂപ ഉള്ള സമയത്ത് 2.69 യൂണിറ്റ്, അതായത് സെയിം എമൗണ്ടിന് തന്നെ കൂടുതൽ യൂണിറ്റ് കിട്ടി. ഇവിടെ 3457 ആണ് സമയത്ത് 2.89. ഇവിടെ വീണ്ടും ഇപ്പൊ 2812 ഉണ്ടായിരുന്ന സമയത്ത് 3.56, അതായത് ആദ്യം 1.92 ആണെങ്കിൽ അതിന്റെ ഓൾമോസ്റ്റ് ഇരട്ടി യൂണിറ്റ് ആണ് ഈ ഒരു സമയത്ത് കിട്ടിയത്. അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇവിടെ എത്തിയ സമയത്താണ് മാർക്കറ്റ് ഈ പറഞ്ഞ ലെവലിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ, അതായത് 5205 തുടങ്ങി 3607 പോയിന്റ് എത്തിയ സമയത്ത് തന്നെ 4,20,000 ഇൻവെസ്റ്റ് ചെയ്ത് 4,25,000 രൂപ. ഇവിടെ 5,839 ആയപ്പോഴും നിക്ഷേപിച്ച 4,80,000 രൂപ 7,64,000 രൂപ. അതായത് ആ തുടങ്ങിയ ലെവലിൽ നിന്ന് താഴേക്ക് വന്നു, അതിനുശേഷം വീണ്ടും പഴയ ലെവലിലെത്തിയത്. പഴയ ലെവലിലെത്താൻ വേണ്ടി ഏകദേശം 48 മാസമായി. പക്ഷെ 48 മാസം കഴിഞ്ഞപ്പോഴും ഈ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺസ് ജനറേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് കാണാവുന്ന ഒരു കാര്യം, മാർക്കറ്റിൽ വന്നത് വലിയൊരു റാലിയാണ്. ഏകദേശം വീണ്ടും ഒരു 48 മാസം കൂടി കഴിഞ്ഞ സമയത്ത് വീണ്ടും 48 മാസം കഴിഞ്ഞപ്പോൾ BSE സെൻസെക്സ് ഇപ്പൊ 20,257 ആയി. അന്ന് നിക്ഷേപിച്ച 9,60,000 രൂപ ആ സമയത്തുള്ള വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37,96,000 രൂപയായി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നഷ്ടങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ആർക്കാണ് ഇവിടെ നഷ്ടം വരാൻ പോകുന്നത്? ഇപ്പൊ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സിനാരിയോ, കാരണം ഇപ്പൊ നമുക്കറിയാം 22 മാസമായി, ഇത് ചിലപ്പോൾ കുറച്ചും കൂടി നീണ്ടു പോകാം. പക്ഷെ ഈ സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം നമുക്ക് ഒരു സിനാരിയോ കൂടി നോക്കാം. ഇപ്പൊ 2007 ഡിസംബർ മാസം അന്ന് നമുക്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് തൊട്ട് മുമ്പുള്ള മാസമാണ്. അന്ന് BSE സെൻസെക്സ് എന്ന് പറയുന്നത് 20,257 പോയിന്റാണ്. അപ്പൊ അന്ന് തുടങ്ങി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അതിനുശേഷം ജാനുവരി ഓൺവേർഡ്സ് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള കറക്ഷൻ, 20,000 ഉണ്ടായിരുന്ന BSE സെൻസെക്സ് ഇവിടെ നമുക്ക് കാണാവുന്നത് ഇപ്പൊ 8,892 വരെയൊക്കെ വന്നിരുന്നു. അപ്പൊ ഇവിടെ 10,000 ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 0.49 ആണെങ്കിൽ കിട്ടിയത്, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 1.12, അതായത് ഇരട്ടിയിലധികം യൂണിറ്റ് ആണ് കിട്ടിയത്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് തിരിച്ച് പഴയ ലെവല് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 71 മാസം, 71 മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് ഇത് പഴയ ലെവല് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടക്ക് ഈ പറഞ്ഞ പോലെ 1-2 തവണ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 7,10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ആ സമയത്ത് 9,30,000 രൂപ. അതിനുശേഷം വീണ്ടും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ സെപ്റ്റംബർ വരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അന്ന് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് തുടങ്ങിയതിന് ശേഷം 202 മാസമായിട്ടുണ്ടായിരുന്നു. 202 മാസം കൊണ്ട് 20,20,000 ഇൻവെസ്റ്റ് ചെയ്തത് ആ സമയത്തുള്ള വാല്യുവേഷൻ അത് 67 ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നു. 67 ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് ഈ മാർക്കറ്റിൽ ഈ തരത്തിലുള്ള ക്രാഷ് വരുന്ന സമയത്താണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സിനാരിയോയില് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഇവിടെ 0.12 ആണെങ്കിൽ ഇവിടെ 0.14 യൂണിറ്റ് നമുക്ക് കൂടുതൽ യൂണിറ്റ്. ഇപ്പൊ കഴിഞ്ഞ മാസം ഇപ്പൊ ജൂണിൽ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് കൂടുതൽ യൂണിറ്റ് നമുക്ക് കിട്ടിയത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ തരത്തിലുള്ള ക്രാഷ് വരുന്ന സമയത്ത് നമ്മൾ ജാഗ്രത കാണിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും SIP സ്റ്റോപ്പ് ചെയ്യരുത്. ഈ സമയത്ത് നിങ്ങൾ തുക പിൻവലിക്കരുത്. അങ്ങനെ വന്ന സമയത്ത് ഈ സമയത്ത് കുറഞ്ഞ വിലയിൽ നമ്മൾ കൂടുതൽ യൂണിറ്റ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഇപ്പം മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത് തിരിച്ചു കയറും എന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എന്നാണ് എന്നത് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈം വരെ കാത്തിരിക്കാൻ താങ്കൾക്ക് സാധിക്കണമെങ്കിൽ താങ്കളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കും. ഈ വീഡിയോ താങ്കളെല്ലാം സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്ന സമയത്ത് ഈ 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് SIP ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ വളരെ പാനിക്കായിട്ട് പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ താങ്കളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാണ് റിയാലിറ്റി. ഈ സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് തിരിച്ചു കയറുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുകയുള്ളൂ എന്ന് അവരെ പഠിപ്പിക്കുക. അതോടൊപ്പം നിക്ഷേപ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.